വിദ്യാലയം എപ്പോഴും ഈശ്വരൻ്റെ ആലയമാണ്. അതിനെ ഒരു സത്രമായോ ജയിലായോ അഴിമതിയുടെ ആസ്ഥാനമായോ ഗണിക്കുന്നത് പാപമാണ്. ജ്ഞാനത്തിൻ്റെയും കലകളുടെയും ദേവതയായ സരസ്വതി സ്ഥിതി ചെയ്യുന്ന ആ നിലയിൽ ആരാധിക്കപ്പെടുന്ന ഒരു പുണ്യസ്ഥലമായി വിദ്യാലയത്തെ കാണണം. അത്തരം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുന്ന വിദ്യാർത്ഥികൾ ലോകത്തിന് മുഴുവൻ വിലപ്പെട്ട മാതൃകകളായി വളർന്നു വരും. ഈ നിലയിലുള്ള കരുതൽ വെച്ച് പുലർത്തിക്കൊണ്ട് അധ്യാപകൻ കുട്ടിയുടെ നേർക്ക് ബുദ്ധിപരമായി സ്നേഹം ചൊരിയുന്നു. വിദ്യാലയത്തിൻ്റെ പവിത്രമായ അന്തരീക്ഷത്തിന് അനുസൃതമായ നിലയിൽ സ്വഭാവ രൂപീകരണത്തിന് കുട്ടികളെ അദ്ദേഹം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അധ്യാപകരുടെ പ്രേരണയ്ക്ക് പിന്നിലെ ആത്മാർത്ഥതയും സ്നേഹവും കുട്ടിയെ ആഴത്തിൽ സ്പർശിക്കുമ്പോൾ അവൻ അനുസരിക്കും.